Welcome you all. Today we are going to discuss about PostgreSQL integration in the case of PHP. So നമുക്ക് PHPയുടെ കേസിൽ PostgreSQL integration എന്താണെന്നുള്ളത് നോക്കാം. PHP PostgreSQL ഇൻ്റഗ്രേഷൻ്റെ അണ്ടറിൽ വരുന്ന കുറേ ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യിക്കാനും അതുപോലെ തന്നെ ആ കണക്ഷൻ ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ സം ക്വറീസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കുറേ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഥവാ PostgreSQL എന്ന് പറയുന്ന ഡാറ്റാബേസുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസും കാര്യങ്ങളും ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാണ് ഫസ്റ്റ് വൺ, ഞാൻ ഓരോന്ന് വായിക്കാം. PG_connect ഒരു ഫംഗ്ഷനാണ്. PG_connection സ്റ്റാറ്റസ്, PG DB name, PG laster, PG close, PG query, PG execute, അതുപോലെ തന്നെ PG fetch row, PG fetch array, PG fetch all, PG fetch assoc, PG fetch object, PG num rows, PG num fields, PG affected rows, PG free results. സോ ഇത്രയും ഫങ്ഷൻസും കാര്യങ്ങളും അതെന്താണെന്നും അതിൻ്റെ സിൻടാക്സും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൽ ഒരു 4 ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PG കണക്റ്റും അതുപോലെ തന്നെ PG കണക്ഷൻ സ്റ്റാറ്റസും PG DB നെയിമും അതുപോലെ തന്നെ PG ക്ലോസ്. ഓക്കെ, സോ ഇത്രയും ഫങ്ഷൻസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ PG കണക്റ്റ് അഥവാ PG കണക്റ്റ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ദിസ് ഓപ്പൺസ് എ കണക്ഷൻ ടു എ PostgreSQL ഡാറ്റാബേസ് സ്പെസിഫൈഡ് ബൈ ദ കണക്ഷൻ സ്ട്രിങ്. എന്താ പറയുന്നത്, ഈ PG കണക്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതുമായിട്ട്, ഒരു PostgreSQL ഡാറ്റാബേസുമായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് PG കണക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ഓൾറെഡി നമ്മളിപ്പോൾ അവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിൽ ഇപ്പോൾ കുറേ ടേബിൾസും കാര്യങ്ങളൊക്കെ ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഡാറ്റാബേസിലോട്ട് ആ ടേബിളിലോട്ട് നമുക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഡാറ്റാബേസുമായിട്ടൊരു കണക്ഷൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ ഇവിടുത്തെ ഡാറ്റാബേസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏതാണ്, PostgreSQL ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് PostgreSQL ആണ്. സോ നമുക്ക് PostgreSQL എന്ന് പറയുന്ന ഡാറ്റാബേസ് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് കിട്ടുക, നമ്മൾ എന്ത് ചെയ്യണം, നെറ്റിൽ പോയിട്ട് PostgreSQL ഡാറ്റാബേസ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PostgreSQL ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതിൽ നമുക്ക് PostgreSQL ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. സോ ആ കണക്ട് ചെയ്യാനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് PG_connect എന്ന് പറയുന്നത്. സോ അതിൻ്റെ സിൻടാക്സ് എങ്ങനെ വരുന്നത് എന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. PG_connect ഇതിൽ പറഞ്ഞു കണക്ഷൻ സ്ട്രിങ്സ് ഉണ്ട് അല്ലേ. കണക്ഷൻ സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ടാണ് PG_connect എന്ന് പറയുന്ന ഫംഗ്ഷൻ PostgreSQL ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ആ സ്ട്രിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് PG_connect ദെൻ സ്ട്രിങ് $connection strings. ഏതൊക്കെ കണക്ഷൻ സ്ട്രിങ്സ് ഉണ്ടോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറേ കണക്ഷൻ സ്ട്രിങ്സ് ഉണ്ട് ഇങ്ങനെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ കണക്ഷൻ സ്ട്രിങ്സ് നമ്മളിവിടെ ഓരോന്നായിട്ട് കൊടുക്കും. ദെൻ $connect_type. സോ ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. $con എന്ന് പറയുന്ന ഒരു വേരിയബിൾ PHPയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിലോട്ട് അസൈൻ ചെയ്തത് എന്താണ്, PG_connect എന്ന് പറയുന്ന ഫംഗ്ഷൻ അസൈൻ ചെയ്തു. ദെൻ ഓപ്പൺ ചെയ്തു. അതിൽ കൊടുത്തിട്ടുള്ളത് നോക്കൂ, ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഓരോന്നിനെയാണ് നമ്മൾ കണക്ഷൻ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഹോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഏത് ഹോസ്റ്റ് ആണ്, ഇത് ഇവിടെ ഹോസ്റ്റ് ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യൂസർ പോസ്റ്റ്ഗ്രസ് ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്വേഡ് പോസ്റ്റ്ഗ്രസ് ആണ്, ഡാറ്റാബേസിൻ്റെ പേര് ABC ആണ്. സോ ഇങ്ങനെ കൊടുക്കുന്നതോടുകൂടി ഇവിടെ എന്ത് ചെയ്യും, ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന ഹോസ്റ്റിൽ ഒരു പോസ്റ്റ്ഗ്രസ് എന്ന് പറയുന്ന യൂസർ എന്ത് ചെയ്യുന്നു, യൂസർ
ABC എന്ന് പറയുന്ന ഓൾറെഡി ഉള്ള ഡാറ്റാബേസിലോട്ട് എന്ത് ചെയ്യുന്നു, ഒരു പാസ്വേഡ് അല്ല എന്ത് ചെയ്യുന്നു, ABC എന്ന് പറയുന്ന ഡാറ്റാബേസിലോട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. സോ DB നെയിം ABC കൊടുത്തതുകൊണ്ട് തന്നെ ABC എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഡാറ്റാബേസുമായിട്ട് ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുന്നത്. ആ ഡാറ്റാബേസിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസർ ഏതാണെന്ന് കൊടുക്കുന്നതും അതുപോലെ തന്നെ ആ യൂസറിൻ്റെ പാസ്വേഡ് എന്താണെന്ന് കൊടുക്കുന്നതും. സോ യൂസറിൻ്റെ പാസ്വേഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ DB നെയിമായിട്ടുള്ള ABC എന്ന് പറയുന്ന ഡാറ്റാബേസിലോട്ട് എന്ത് ചെയ്യും, ഇത് കണക്റ്റ് ആവും എന്നുള്ളതാണ്. സോ അതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് PG കണക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇത് നമ്മൾ $con എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അഥവാ കൺ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് ഇത് നമുക്ക് ഈ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കീവേഡ് ഓപ്ഷൻ യൂസ്ഡ് ഇൻ ദ കണക്ഷൻ സ്ട്രിങ്. സോ ഈ കണക്ഷൻ സ്ട്രിങ് നമ്മൾ പറഞ്ഞു, ഇവിടെ കണക്ഷൻ സ്ട്രിങ് എന്ന് പറഞ്ഞു അല്ലേ. സോ ഇവിടെ ഹോസ്റ്റ്, യൂസർ, അതുപോലെ തന്നെ പാസ്വേഡ്, DB നെയിം ഒക്കെ കണക്ഷൻ സ്ട്രിങ്സ് ആണ്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രിങ്സ് ആണ്. സോ അതിൽ മോസ്റ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കീവേഡ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഈ കണക്ഷൻ സ്ട്രിങ്ങിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഇവിടെ പറയുന്നു connect_time out എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു കണക്ഷൻ സ്ട്രിങ്ങിൻ്റെ ഭാഗമാണത്, ആ ഒരു കീവേഡ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ സെറ്റ് ചെയ്യുക, ആ ഒരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കണക്ഷൻ എത്ര സമയം അത് നിലനിൽക്കണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് connect_time out എന്നുള്ളത്. സോ നമുക്കതിവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോസ്റ്റും യൂസറൊക്കെ കൊടുത്ത പോലെ നമുക്കും കണക്ഷൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു connect_time out കൊടുത്തിട്ട് ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടൈമിലായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, കണക്ഷൻ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ടൈം ഔട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ DB നെയിം നമ്മൾ കൊടുത്തു അല്ലേ, ഇവിടെ DB നെയിം കൊടുത്തിട്ടുണ്ട് അല്ലേ. DB നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ നെയിം ഓഫ് ദ ഡാറ്റാബേസ് ടു കണക്ട് ടു. നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഡാറ്റാബേസിൻ്റെ പേരാണ് അവിടെ DB നെയിം വെച്ചിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാസ്വേഡ് എന്തായിരുന്നു, പാസ്വേഡ് എന്ന് പറയുന്നത് ആ ഒരു ഡാറ്റാബേസിലോട്ട് ആ ഒരു യൂസറുടെ പാസ്വേഡ് കൊടുത്ത് ആ പാസ്വേഡ് ആ യൂസറിൻ്റെ പേരും അത് കറക്റ്റായാൽ മാച്ച് ആയാൽ മാത്രമേ ആ ഡാറ്റാബേസിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. സോ അതേപോലെ തന്നെ ഹോസ്റ്റ് നിങ്ങൾ അവിടെ കണ്ടു അല്ലേ. ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റ് നെയിം ഓഫ് ദ ഡാറ്റാബേസ് സെർവർ ടു കണക്ട്. നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഡാറ്റാബേസിൻ്റെ ഹോസ്റ്റ് നെയിമാണ് ഹോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഹോസ്റ്റ് അഡ്രസ്സ് ഉണ്ട്, അതേപോലെ തന്നെ പോർട്ട് ഉണ്ട്. പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ TCP പോർട്ട് നമ്പർ ഓഫ് ദ ഡാറ്റാബേസ് സെർവർ ടു കണക്ട് ടു. നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഡാറ്റാബേസ് സെർവറിൻ്റെ പോർട്ട് നമ്പറാണ്, TCP പോർട്ട് നമ്പറാണ് പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുക്കാൻ പറ്റുക. സോ അതൊക്കെ നമ്മുടെ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഒരു PHP കോഡ് കൊടുത്തിട്ടുണ്ട്. ഷോ ഹൗ ടു കണക്ട് ടു ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഓൺ എ ലോക്കൽ മെഷീൻ. നമ്മുടെ ലോക്കൽ മെഷീനിൽ ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റാബേസിലോട്ട് നമുക്ക് എങ്ങനെ ഒരു എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ PHP നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. PHPയിൽ ആദ്യം തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് PG കണക്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന കണക്ഷൻ സ്ട്രിങ്ങുകളെ ഇവിടെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടതിൽ എങ്ങനെയായിരുന്നു, ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നു വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്ത് ചെയ്തു, ഓൾറെഡി പിന്നെ PG കണക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ആ കണക്ഷൻ സ്ട്രിങ്സിനൊക്കെ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുത്തു. സോ ഇവിടെ നോക്കൂ, ഇവിടെ $host എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്തു വേരിയബിൾ ഉണ്ടാക്കി. ഹോസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കി. അതിലോട്ട് ഹോസ്റ്റ് എത്രയാണോ ആ ഒരു 127 ഹോസ്റ്റിൻ്റെ അത് ഇവിടെ കൊടുത്തു. അതേപോലെ തന്നെ പോർട്ട് നമ്പർ കൊടുത്തു. ഇവിടെ $പോർട്ടിലോട്ട് പോർട്ട് നമ്പർ എത്രയാണോ അത് കൊടുത്തു. അതേപോലെ തന്നെ ഡാറ്റാബേസിൻ്റെ നെയിം TestDB എന്ന് കൊടുത്തു. ക്രെഡൻഷ്യൽസ് അഥവാ എക്സ്ട്രാ വരുന്ന ഇതിനാവശ്യമായിട്ടുള്ള ക്രെഡൻഷ്യൽസ് ഇവിടെ കൊടുത്തു. യൂസർ എന്ന് പറയുന്നത് Postgres ആണ്, പാസ്വേഡ് എന്ന് പറയുന്നത് pass123 ആണ്. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ PG കണക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കണക്ഷൻ സ്ട്രിങ്സിൻ്റെ വാല്യൂസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ $DB എന്ന് പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മളിവിടെ എന്ത് ചെയ്തു, DB എന്നുള്ള ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ PG കണക്റ്റ് കൊടുത്തു. PG കണക്റ്റിൽ ഈ ഓരോന്നും കൊടുക്കുകയാണ്. $host, $port, $DB നെയിം, $credentials. ഇതിവിടെ എങ്ങനെ കൊടുത്താൽ മതി, കാരണം എന്താ, ഇവിടെ നമ്മൾ ഓൾറെഡി ഇതിലോട്ട് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ വാല്യൂ അസൈൻ ചെയ്തൊക്കെയായിരുന്നു. സോ ഇങ്ങനെ കൊടുത്തു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അഥവാ നമ്മളിപ്പോൾ ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഏത് ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു, TestDB എന്ന് പറയുന്ന ഡാറ്റാബേസിലോട്ട് ഈ Postgres എന്ന് പറയുന്ന യൂസർ pass123 എന്ന് പറയുന്ന പാസ്വേഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്.
സോ ഏത് പോർട്ടിലൂടെ 5432 എന്ന് പറയുന്ന പോർട്ടിലൂടെ ഈ ഒരു ഹോസ്റ്റിലാണ് എന്തുള്ളത്, ആ ഡാറ്റാബേസ് ഉള്ളത്. സോ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. ഈഫ് നോട്ട് $db. അപ്പം നോട്ട് $db നോക്കുന്ന സമയത്ത് അഥവാ db എന്ന് പറയുന്ന വേരിയബിളിലോട്ട് $dbയിൽ എന്തുണ്ടാവും, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ഉണ്ടാവും. സോ ഇതിൽ എന്ത് ചെയ്യും, നോട്ട് db നോക്കുന്ന സമയത്ത് അത് എന്താ പ്രിൻറ്റ് ചെയ്യുക, എററാണ്, അൺഎബിൾ ടു ഓപ്പൺ ഡാറ്റാബേസ്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, നോട്ട് ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ എന്താണ് അത് എറർ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിക്കും. സോ അണേബിൾ, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ അർത്ഥം വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഇനി ഇത് ട്രൂ ആകുന്ന കേസ് അല്ലെ, ഇത് ഫാൾസ് ആകുന്ന കേസ് അഥവാ എൽസിൽ വരുന്നു, ഓപ്പൺ ഡാറ്റാബേസ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് നമുക്ക് കൊടുക്കാവുന്നതാണ്. സോ എന്ത് ചെയ്യുന്നു, DBയുടെ നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. DB ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വാല്യൂ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവും, ഇതിലോട്ട് ട്രൂ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ 1 ആണെന്ന് വിചാരിക്കാം. 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നോട്ട് 1 എന്നുള്ളതാണ്. നോട്ട് 1 മീൻസ് 0 ആണ്. 0 ആണെന്നുണ്ടെങ്കിൽ എന്താ വരേണ്ടത്, ദാറ്റ് മീൻസ് 0 ആണെന്നുണ്ടെങ്കിൽ ട്രൂ അല്ല എന്നുള്ളതല്ലേ, ദാറ്റ് മീൻസ് എററാണ് വരേണ്ടത്, അൺഎബിൾ ടു ഓപ്പൺ ഡാറ്റാബേസ് ആണ്. സോ ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, 1 ആണ് വന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് കാണിക്കണം, ഓപ്പൺ ഡാറ്റാബേസ് സക്സസ്ഫുള്ളി നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ട്രൂ വാല്യൂ ആണ് അത് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഡാറ്റാബേസ് സക്സസ്ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അവിടെ മെസ്സേജ് ആയിട്ട് വരേണ്ടത്. സോ ഇങ്ങനെ നമുക്ക് ഇതൊരു എക്സാമ്പിളാണ്, ഒരു PG കണക്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ PHP പ്രൊവൈഡ് ഫങ്ഷൻസ് ഫോർ റിട്രീവിങ് ഇൻഫർമേഷൻ അബൌട്ട് കണക്ഷൻ ഹാൻഡിൽസ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കണക്ഷൻ സ്ട്രിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു വിചാരിക്കുക. സോ ആ കണക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ഫങ്ഷൻസ് ഉപയോഗിക്കും. സോ ആ ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ താഴെ കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന PG_DB നെയിം അല്ലേ, PG_DB നെയിം. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാറ്റാബേസിൻ്റെ നെയിം അഥവാ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റാബേസിൻ്റെ നെയിം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് PG_DB നെയിം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഡാറ്റാബേസുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, PG_DB നെയിം, ഡാറ്റാബേസ് നെയിം എന്നുള്ളത് ഉപയോഗിച്ചാൽ മതി. സോ ഇവിടെ ഞാൻ ഇവിടെ ഇനി അങ്ങോട്ട് ഉപയോഗിക്കുന്നത് സിൻടാക്സും അതേപോലെ തന്നെ എക്സാമ്പിളൊക്കെ ഒന്നിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടി മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ PHP കൂടെ ഓപ്പൺ ചെയ്തു, PG കണക്ട്, ഇവിടെ ആദ്യം ഒരു ഡാറ്റാബേസുമായിട്ട് TestDB എന്ന് പറയുന്ന ഡാറ്റാബേസുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു എക്കോ ഇട്ട് കൊടുക്കുകയാണ്. എക്കോ PG_DB നെയിം, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള PG_DB നെയിം അവിടെ കൊടുക്കുന്നു. അത് എക്കോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആ ഡാറ്റാബേസിൻ്റെ പേര്, നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിൻ്റെ പേര്, ദാറ്റ് മീൻസ് ഏതാണ് TestDB എന്ന് നമുക്ക് അവിടെ റിട്ടേൺ ആയിട്ട് എക്കോ വഴി നമുക്കത് പ്രിൻറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഒരു ഫംഗ്ഷനാണ് PG_host എന്ന് പറയുന്നത്. ഇത് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, ദ ഹോസ്റ്റ് നെയിം അസോസിയേറ്റഡ് വിത്ത് കണക്ഷൻ. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്റ്റ് നെയിം റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് PG_host എന്ന് പറയുന്നത്. സോ അതിനും എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PHP ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. PG_SQL എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ച് നമ്മളിവിടെ അതിലോട്ട് എന്ത് ചെയ്യുന്നു, ഒരു PG കണക്ട് കൊടുക്കുന്നുണ്ട്. ഡാറ്റാബേസിൻ്റെ പേര് മാർക്കാണ്, ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് ആണ്. സോ ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ്, ഇഫ് $PG_SQL അഥവാ ഇത് ട്രൂ ആണെങ്കിൽ എന്താണ്, സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു എന്ത് വരണം, ആ ഒരു ഹോസ്റ്റിൻ്റെ പേര് വരണം. ആ ഒരു ലോക്കൽ ഹോസ്റ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. സക്സസ്ഫുള്ളി അഥവാ ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി എന്നുള്ളതാണ്. ഏത് ഹോസ്റ്റുമായിട്ടാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയത്, ലോക്കൽ ഹോസ്റ്റുമായിട്ടാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയത്. സോ ആ ഒരു മെസ്സേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കൂ, പ്രിൻറ്റ് സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു, ഇവിടെ PG_host ഉപയോഗിച്ചു, PG_host $PG_SQL ദാറ്റ് മീൻസ് ഈ ഒരു വേരിയബിൾ, അഥവാ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഈ ഒരു കണക്ഷനിൽ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്റ്റ് നെയിം നമുക്ക് ഇവിടെ കിട്ടും, PG_host എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. സോ PG_hostൻ്റെ സിൻടാക്സ് ഓർത്ത് വെക്കുക. PG_hostൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക കണക്ഷൻ വേരിയബിൾ ആണ്. ഇവിടെ PG_SQL ആണ് കണക്ഷൻ വേരിയബിൾ. സോ അതാണ് ഇവിടെ കൊടുക്കുക. സോ ഇത് എന്ത് റിട്ടേൺ ചെയ്യും, നമുക്ക് ലോക്കൽ ഹോസ്റ്റ് എന്തായിരിക്കും, ഇത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും, PG_last error of $PG_SQL_. സോ ഇതും നമുക്ക് പഠിക്കാനുള്ള ഒരു
ഫംഗ്ഷൻ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, PG_last error. സോ അതും ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. PG_last error എന്താണ്, അത് എറർ എന്താണോ അഥവാ ആ കണക്ഷനുമായിട്ട് ഇവിടെ $PGSQL കണ്ണാണ്, ദാറ്റ് മീൻസ് ആ കണക്ഷൻ വേരിയബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു കണക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്ത് എററാണോ ഉള്ളത് ആ എറർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ലാസ്റ്റ് എറർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് PG_last_error എന്നുള്ളത്. സോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് എറർ ഉണ്ടെങ്കിൽ ആ എറർ അവിടെ കാണിച്ചു തരും, ദെൻ എക്സിറ്റ് അടിക്കും. ഓക്കെ, സോ ഇതാണ് PG_DB name എന്ന് പറയുന്ന ഫംഗ്ഷനും അതുപോലെ തന്നെ PG_host എന്ന് പറയുന്ന ഫംഗ്ഷനും. ഇനി മറ്റ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് കണക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്ത് കിട്ടാനുള്ള മറ്റൊരു ഫംഗ്ഷനാണ് PG_options എന്ന് പറയുന്നത്. സോ ഇത് ഗെറ്റ് ദ ഓപ്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദ കണക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് PG_options. അത് അതിൻ്റെ സിൻടാക്സും അതിൻ്റെ എക്സാമ്പിളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒരു PGSQL കണ്ണ് വെച്ചിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യാണ്. മാർക്ക് എന്ന് പറയുന്ന ഡാറ്റാബേസ് ലോക്കൽ ഹോസ്റ്റിലുള്ള ഒരു മാർക്ക് എന്ന് പറയുന്ന ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ PG_option ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഓപ്ഷൻസും ആ ഒരു കണക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അഥവാ PGSQL_ കണക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും അവിടെ എക്കോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത് നോക്കൂ, PG_port. ഇതെന്താ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക, പോർട്ട് നമ്പർ അസോസിയേറ്റഡ് വിത്ത് കണക്ഷൻ. നമ്മളിപ്പോൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പോർട്ട് നമ്പർ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് PG_port എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ സിൻടാക്സും കാണാൻ പറ്റും. ഇവിടെ PHP സ്റ്റാർട്ട് ചെയ്തു, PGSQL_ കണ്ണ്, അവിടെ PG കണക്റ്റ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തു. ഡാറ്റാബേസിൻ്റെ പേര് മാർക്കാണ്, ശ്രദ്ധിക്കുക, ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് ആണ്. ദെൻ നമ്മളിവിടെ ഇവിടെ ഒരു ഈഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്, PGSQL കണ്ണ്. ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ സക്സസ്ഫുള്ളി കണക്റ്റഡ് ആണെന്നുള്ളതാണ്. ആ പോർട്ട് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പോർട്ട് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ PG_port എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ സിൻടാക്സ് എന്താണ്, PG_port ഉള്ളിൽ എന്ത് ചെയ്യുന്നു, കണക്ഷൻ വേരിയബിൾ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ കണക്ഷൻ വേരിയബിളാണ് ഇവിടെ കൊടുക്കുക. സോ $PGSQL_ കണ്ണ് എന്നുള്ളത് ഇവിടെ കൊടുക്കും. സോ ഇവിടെ ഇപ്പോൾ കണക്ഷൻ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു പോർട്ട് എത്രയാണോ ആ പോർട്ട് നമ്പർ അവിടെ പ്രിൻ്റ് ചെയ്യും. ഇവിടെ ഞാൻ എൽസ് പാർട്ട് കൊടുത്തിട്ടില്ല, എൽസ് പാർട്ട് ഉണ്ടാകും. എൽസ് പാർട്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക, സ്വാഭാവികമായിട്ടും നമ്മുടെ എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാനുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. എന്ത് പ്രിൻ്റ് PG_last_error of $PGSQL കണ്ണ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൽസ് പാർട്ടും ഇവിടെ ഉണ്ടാവും. ഞാനത് സ്പെസിഫൈ ചെയ്തിട്ടില്ല കാരണം ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ അതേപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, PG_TTY. ഇത് എന്താണ് റിട്ടേൺ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ TTY നെയിം അസോസിയേറ്റ് വിത്ത് ദ കണക്ഷൻ. ആ ഒരു കണക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള TTY നെയിംസ് ഉണ്ടല്ലോ, അതൊക്കെ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് PG_TTY എന്ന് പറയുന്നത്. ഇത്രയും ഫങ്ഷൻസ് ആണ് ഒരു ഡാറ്റാബേസ് കണക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അഥവാ ഡാറ്റാസ് ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു കണക്ഷൻ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫങ്ഷൻ ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. PG_connection_status എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ഷൻ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ കണക്ഷനെ കുറിച്ചിട്ടുള്ള സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്, കണക്ഷൻ സ്റ്റാറ്റസ് ഓക്കെ ആണോ അല്ലെങ്കിൽ ബാഡ് ആണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണിത്. സോ അതിൻ്റെ സിൻടാക്സും എക്സാമ്പിളും ഞാൻ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. PHP സ്റ്റാർട്ട് ചെയ്തു, DB_con എന്ന് പറയുന്ന കണക്ഷൻ വേരിയബിൾ ഉണ്ടാക്കി. അവിടെ നമ്മൾ എന്ത് ചെയ്തു, PG_connect ഉപയോഗിച്ച് ഒരു ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ആ ഡാറ്റാബേസിൻ്റെ പേര് എന്താ കൊടുത്ത്, TestDB എന്ന് പറയുന്ന ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും, or die could not connect എന്നുള്ളത് അല്ലേ. അതെന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നു, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഓറാ കൊടുത്തുകൊണ്ട്, ഓർ ഡൈ ആണ്, ഡൈ കുഡ് നോട്ട് കണക്റ്റ്. അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുഡ് നോട്ട് കണക്റ്റ് എന്ന് പറയുന്ന മെസ്സേജ് കാണിച്ചുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർ ഇട്ടിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, $STAT സ്റ്റാർട്ട്.
STAT എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളത് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കാണോ PG_connection_status എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ അവിടെ ഉപയോഗിച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഡാറ്റാബേസിൻ്റെ കണക്ഷൻ വേരിയബിൾ അവിടെ കൊടുക്കുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ DB_con അവിടെ കൊടുക്കുന്നു. DB_con ഇവിടെ $DB_con കൊടുക്കുന്നു. സോ ഈ ഒരു കണക്ഷൻ്റെ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റാറ്റസ് എടുത്തിട്ട് എവിടെ സ്റ്റോർ ആവും? ഈ ഒരു STAT എന്ന് പറയുന്ന വേരിയബിളിൽ അത് സ്റ്റോർ ആവും. സോ അത് നമ്മൾ if വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. $STAT PG_SQL_connection_OK ആണോ, അഥവാ ഈ കണക്ഷൻ ഓക്കെ ആണോ എന്നുള്ളത്, ഇങ്ങനെയുള്ള ഒരു വാല്യൂ ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. PG_SQL_connection_OK എന്നുള്ളതായിരിക്കും ഈ കണക്ഷൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്ത് നോക്കും. മാച്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കണക്ഷൻ സ്റ്റാറ്റസ് ഓക്കെ ആണെന്നുള്ളത് നമുക്ക് എക്കോ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ കണക്ഷൻ സ്റ്റാറ്റസ് എന്താണ്? ബാഡ് ആണ്. ഈ ഒരു രീതിയിലുള്ള മെസ്സേജും നമുക്ക് കിട്ടും. ഇതാണ് കണക്ഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ മീനിങ്. ദെൻ അടുത്തത് നമുക്ക് എങ്ങനെ ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യാം, നമുക്കൊരു കണക്ഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യാം, അഥവാ കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു കണക്ഷനുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് എങ്ങനെ റിട്രീവ് ചെയ്യാം, അതിനുപയോഗിക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. അതിൻ്റെയൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെ സിൻടാക്സ് പഠിച്ചു. അതുപോലെ തന്നെ കണക്ഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഫങ്ഷനെ കുറിച്ച് പഠിച്ചു. ഇനി ഇവിടെ കണക്ഷൻ എങ്ങനെ ക്ലോസ് ചെയ്യാം, കണക്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള അഥവാ നമ്മൾ PG_connect ഉപയോഗിച്ച് കണക്ട് ചെയ്തതിനെ എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ രണ്ട് രീതി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. PG_close എന്ന് പറയുന്ന ഫങ്ഷനും അതുപോലെ തന്നെ PG_close of $con എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് PHP will automatically close any open non-persistent database connection at the end of the script's executions. ഇവിടെ ഒരു PHPയുടെ ഒരു പ്രത്യേകത പറയാണ്. PHP എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് നോൺ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി PHP എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ അതിനുള്ളൊരു എക്സാമ്പിൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സിൻടാക്സും അതുപോലെ തന്നെ എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. PHP സ്റ്റാർട്ട് ചെയ്തു, DB_con ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരു TestDB എന്ന് പറയുന്ന ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യുന്നു. DB കണക്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ TestDB എന്ന് പറയുന്ന ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ ഓർഡായി കൊടുത്തിട്ടുണ്ട്. കുഡ് നോട്ട് കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അഥവാ ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്കോ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ച് കണ്ടോ PG_close of $DB_con. ഇവിടെ DB_con എന്താ ഇവിടെ കൊടുക്കാനുള്ള കാരണം? DB_con എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യുന്നു? DB_conലാണ് എന്തുള്ളത്? ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളുള്ളത്. സോ ആ ഒരു കണക്ഷൻ വേരിയബിൾ ആണ് നമ്മളിവിടെ ഈ PG_closeൻ്റെ ഇതായിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇത് ഈ ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ PG_close ഉപയോഗിച്ചാലും ക്ലോസ് ആവും. അപ്പോൾ ഒരു ഡാറ്റാബേസുമായിട്ട് മാത്രമാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. ബട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മോർ ദാൻ വൺ ഡാറ്റാബേസ് കണക്ഷൻസ് അല്ലെങ്കിൽ മോർ ദാൻ വൺ എന്ത് ചെയ്യുന്നു കണക്ഷൻ വേരിയബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് കണക്ഷൻസിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. PostgreSQL ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കണക്ഷൻസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.